വില്ലേജ് വൈബ്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പാത്തിയാണ്. കൽപ്പാത്തി അഗ്രഹാരത്തിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൻ്റെ അടുത്ത് നമ്മൾ ടെൻറ്റ് അടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ ടെൻറ്റ് അടിക്കുന്നതും ആദ്യമായിട്ടാണ് നമ്മളിന്ന് ക്യാമ്പ് ചെയ്യുന്നത്. യാത്ര തുടങ്ങി ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ ക്യാമ്പ് ചെയ്യുകയാണ്. അപ്പോൾ ക്യാമ്പിങ്ങിൻ്റെ വീഡിയോസാണ്. അപ്പോൾ നമ്മളടുത്തുള്ള ക്യാമ്പിങ് ഉപകരണങ്ങളൊക്കെ ഇന്ന് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൊരു വീഡിയോ. ഇതിൻ്റെ താഴത്തൊരു പുഴ ഒഴുകുന്നുണ്ട്. പക്ഷേ വെള്ളം ഞങ്ങൾക്ക് അത്ര ഒരു വൃത്തി പോരാ. പക്ഷേ എന്നാലും ഞങ്ങൾ കുളിച്ചിട്ട് നമ്മളടുത്ത് ക്യാമ്പിങ് ഷവറുണ്ട്. അതുകൊണ്ടൊന്ന് ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൽപ്പാത്തിയിലെ ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാ സെറ്റാവാണ് നമ്മൾ ആദ്യം നമ്മളെ സാധനങ്ങൾ ഓണാണ്. ഇതാ നമ്മളെ ആദ്യം ഇതിന്റെ നിലത്ത് കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോൾഡബിൾ മൺവട്ടി, ഞങ്ങളുടെ നാട്ടിൽ കൈക്കോട്ടെന്ന് അറിയില്ല, മൺവട്ടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഇത് ഉപയോഗിക്കാൻ പോവാണ്. ഇത് ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ കല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കം ചെയ്താൽ നമുക്കിവിടെ സുഖമായിട്ട് ടെൻ്റ് അടിക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ക്ലീനിങ്. നമ്മൾ ടെൻറ്റ് കംപ്ലൈൻ്റ് ആവും കല്ല് കെട്ടിയാൽ. കുറച്ച് അങ്ങോട്ട് വെച്ചാൽ വെളിച്ചക്കുറവുണ്ടാവും. നമുക്ക് ഇത്ര ഇതുള്ളൂ. ഇപ്പം നമ്മൾ നേരത്തെ ടെൻറ്റ് സെറ്റാക്കണ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആ സമയത്ത് ഇവിടെ ഈ ഉത്സവത്തിൻ്റെ ഇതിൻ്റെ അമ്പലത്തിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടെ കുറച്ച് മരുന്ന് പൊട്ടിക്കാണ്ടായിരുന്നു. അപ്പോൾ ആ കാരണങ്ങൾ കുറച്ചൊക്കെ ആണ് ടെൻറ്റ് അടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ ഒക്കെ വെച്ചതൊക്കെ മടക്കിയതാണ്. പിന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. നമ്മൾ ടെൻറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിന്മേ കാറ്റ് കെട്ടിക്കൊണ്ടിച്ച് ഇട്ടാണ്. നമ്മൾ കുളിച്ച് ഫ്രഷായി. നമ്മൾ കുളിച്ചത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത് ക്യാമ്പിംഗ് ഷവറാണ്. ഇതിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ അവിടെ കെട്ടി തൂക്കി എന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ട് അങ്ങനെ തിരിച്ചാൽ വെള്ളം വരും. അങ്ങനെ നമ്മൾ കുളിച്ചത്. പിന്നെ നമ്മൾ വണ്ടി കാര്യങ്ങൾ ഇവിടെ സെറ്റാണ്. പിന്നെ നമ്മൾ ടെൻറ്റ് ഇവിടെ ഇട്ട് ജസ്റ്റ് വെളിച്ചത്തിനാണെങ്കിൽ ടോർച്ച് അടിച്ചൊന്ന് കാണിച്ചു തരാം. നമ്മൾ ടെൻറ്റ് അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെ ക്യാമ്പിംഗ് സ്റ്റൂൾ ഇവിടെ സെറ്റാണ്. പിന്നെ ക്യാമ്പിംഗ് ചെയർ, നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ്, പിന്നെ നമ്മളെ ഫാന് കാര്യങ്ങളെല്ലാം വണ്ടിൻ്റെ അകത്ത് ഇതിൻ്റെ ടെൻറ്റിൻ്റെ അകത്തുണ്ട്. ഇവിടെ നമുക്ക് ഇത് അങ്ങനെ ഇരുന്ന് റിലാക്സ് ആയിട്ട് ഇവിടെ കറണ്ടും പോയിട്ടാണ് കറക്റ്റ് സമയത്ത് ഇവിടെ അത് അങ്ങനെ ഇരിക്കുക. നല്ല കാറ്റുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗം ആ സൈഡ് പുഴയാണ്. അപ്പോൾ എന്താ പറഞ്ഞാൽ നല്ല കാറ്റ് അവിടെ നിന്ന് വരുന്നുണ്ട്. പക്ഷെ പുഴയിൽ വലിയൊരു വൃത്തി പോരാ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ ചവറിട്ട് കുടിച്ചത്. ഈ നാളെ ഞങ്ങൾ കണ്ടിക്കണേ പുലർച്ചെ പുഴയിലൊക്കെ പോയിട്ട് നീന്തിൻ്റെ ശേഷം ഈ നല്ല വെള്ളം കൊണ്ട് ടാപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഷവറിട്ട് കുളിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പെട്ടെന്ന് കറണ്ട് പോയി. പിന്നെ ഞങ്ങൾക്ക് ഒരു സൗണ്ട് കേൾക്കാം. അമ്പലത്തിൽ നിന്നുള്ള പരിപാടിയാണ് അവിടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഈ ടെൻറ്റിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ രാവിലെ നമ്മളെ വണ്ടി എടുക്കുന്നത്. രാവിലെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നെന്മാറ പോകുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ 2-3 ആളുകളെ കാണാനുണ്ട്. ഇവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സപ്പോർട്ട് തരണം. നല്ല സപ്പോർട്ട്. ഇവിടെ ടെൻ്റ് അടിക്കാനും അമ്പലത്തിൻ്റെ മുറ്റാണ്. ഇവിടെ ടെൻ്റ് അടിക്കാനും ഫുഡ് വേണമെന്ന് ചോദിച്ച്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ പോയി. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ക്രിക്കറ്റ് കളിക്കാൻ പോയി. അവരൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി നമ്മളെ. അപ്പോൾ എന്തുകൊണ്ടും കൽപ്പാത്തി ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ നേരം വെളുത്തിട്ട് ഈ ടെൻറ്റിൻ്റെ വിഷയം ഇപ്പോൾ നമുക്ക് വലിച്ചത്രേ ഉള്ളൂ, സൗകര്യങ്ങളുള്ളൂ. പിന്നെ ഉണ്ട് ഇനിയിപ്പോൾ ഈ ടെൻറ്റിൻ്റെ അകത്ത് കാരണം. അപ്പോൾ നേരം വെളുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് നേരം വെളുത്തിട്ട് കാണാം. അപ്പോൾ നമുക്കുള്ള രാവിലത്തെ ടീയാണിതാ. ഈ രാജാമണിയേട്ടനാണ് നമുക്ക് ഇവിടെ താമസിക്കാനുള്ള എല്ലാ സെറ്റപ്പും നമുക്ക് ചെയ്തു തന്നത്. അങ്ങനെ ഞങ്ങൾക്ക് രാത്രി ഗസ്റ്റ് ഉണ്ട്. നിതിൻ നമ്മളെ ഗസ്റ്റ് ആണെന്ന് പോയിരുന്നു. ഇപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് കോഫി ഉണ്ടാക്കിയിട്ട് കൊടുന്നായിരുന്നു. പിന്നെ ഇത് ജിതിൻ ജോഷി. ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ഫേസ്ബുക്കിൽ ഫ്രണ്ട്സാണ്. ജിതിൻ ജോഷി ഒരു യാത്രികനാണ്. ഇവരും ഒരു യാത്രികനാണ്. 6 മാസത്തോളം ഓൾ ഇന്ത്യ റൈഡ് നടത്തിയ ആളാണ് ജിതിൻ ജോഷി. പിന്നെ യാത്ര നമ്മളെ മരിക്കുന്ന യാത്ര ഒരു തലയിൽ കയറിയ ആളാണ് ജിതിൻ ജോഷി. അപ്പോൾ രാവിലെ മുപ്പര് വീട്ടിൽ പോകണം, കോഴിക്കോട് പോകണം. അപ്പോൾ ആ സമയത്ത് നമ്മളെ കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ്. പിന്നെ നിങ്ങൾ ഇന്നലെ നമ്മളെ ടെൻറ്റും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവില്ല. എന്താ ഈ സ്ഥലത്ത് നമ്മൾ ടെൻറ്റ് അടിച്ചത്. അവിടെ താഴെ പുഴ ഉണ്ടായ കാരണം നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫാനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇത് ക്ലോസ് ചെയ്യാത്തതുകൊണ്ട് ചൂട് വല്ലാതെ അറിഞ്ഞിട്ടില്ല. എന്നാലും ഫസ്റ്റ് ദിവസം നമ്മൾ ടെൻറ്റ് ഇടുന്ന ഒരു അതിൻ്റെതായ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഇനി ഇവിടുന്ന് വേണ്ട റെഡിയാവും. ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നലെ ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി തന്ന രാജാമണി ചേട്ടൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്.
മൂപ്പരല്ല ദോശയും എന്തൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചില്ല. ലൈറ്റ് ഭക്ഷണം. ഒരുപാട് ഹെവി ഫുഡ് കഴിക്കാൻ ഇതാണ് വീടപ്പല്ലേ? ചെറിയ വീട്. കിച്ചൺ, ബെഡ്റൂം, അമ്മയുടെ ബെഡ്റൂം, മോളിൽ 2 ബെഡ്റൂം. നമ്മുടെ രാജാമണി ചേട്ടൻ്റെ ജ്യേഷ്ഠം അനിയന്മാരാണല്ലേ? അനിയന്മാർ, എല്ലാവരും അനിയന്മാർ. അനിയന്മാരാണ് ഈ ഫോട്ടോയിലുള്ളത്. ഇത് അവരെ അമ്മ. ഇത് ട്രിപ്പ് പോയി എടുത്താ? അല്ല, ഇത് ഞങ്ങൾ കുടുംബമായിട്ട് രാമേശ്വരത്ത് രാമേശ്വരത്ത് നിർത്താം. ഇവിടെ ഒക്കെ ഓരോ ഫോട്ടോ ഉണ്ട്. മൊബൈലിൽ സേഫ്. വീട്ടിൽ പോലും എല്ലാവരും കാണിക്കുന്നത് അത്രയും ഫോട്ടോസ് ഉണ്ട്. ഇതാണ് അവരെ പൂജാമുറി. അതിൻ്റെ പ്രസാദം ആദ്യം നമ്മൾ വീട്ടിൽ വരുന്ന ആൾക്ക് മധുരം കൊടുത്തിട്ടാണ് നമ്മളെ ചടങ്ങ് പറയുന്നത്. പിന്നെ പഴമുണ്ട്, ചട്നി, ഇഡ്ഡലിപ്പൊടി. പഴം നമ്മൾ ദിവസം നിവേദ്യം ഭഗവാൻ എന്തെങ്കിലും വയ്ക്കും. അതാണ് ആ പഴം വരുന്നത്. ഇത് ഒന്ന് ചെറുതായിട്ട് ഓളായിട്ട് ഇത് നെല്ലാണ്. വെള്ളെണ്ണയില്ല. മിക്സാക്കി നിങ്ങള് രാവിലെ സാധാരണ കഴിക്കണം ഇങ്ങനത്തെ ഫുഡുകളായി കഴിക്കും? രാവിലെ ഇഡ്ഡലി, ദോശ, ഇടിയപ്പം, പുട്ട്, ഇങ്ങനത്തെ ഫുഡുകളാണ് കഴിക്കാറ്. ഉച്ചയ്ക്ക് ചോറ്, മുളകോട്ട്. മലപ്പുറത്തിലായിരുന്നു നമ്മുടെ അമ്മ. എന്നമാതിരി ഓൾ ഇന്ത്യ ഓസ്ട്രേലിയ വരയ്ക്കും പോകാം 1.5 വർഷം മുന്നാനത്തേക്ക് തുടങ്ങിയിരിക്കാം. മലപ്പുറത്തിൽ നിന്ന് എല്ലാ രാജ്യങ്ങളും പോയിട്ട് ഓസ്ട്രേലിയ വരെ 1.5 വർഷം. തീർച്ചയായും പിടിച്ചിട്ട് പൊഴിയെടുക്കണം. ഫുൾ ടൈം പേജ് നോക്കൊണ്ടിരിക്ക മാട്ടെ. അട്ടി കൊള്ളാം അവനക്ക്. എള്ള് ഇതെല്ലാം കൂടെ വറുത്തിട്ടാ. മല്ലി, 2 കുരുമുളക് ഇതൊക്കെ വറുത്തിട്ട് ഫ്രൈ ചെയ്ത് ഓട്ട് വറുത്തിട്ട് ചൂടാറി പോയി. അപ്പോൾ ഉണ്ടാക്കി വെച്ചതാണ്. ചൂടായിട്ട് ബാക്കി ഉണ്ടാക്കാം. അങ്ങനെ നമ്മള് രാജാമണി ചേട്ടന്റെ വീട്ടിൽ നിന്ന് ചായ ഒക്കെ കുടിച്ച് ഇനി ഞങ്ങള് ഇവിടുത്തെ പരിസരമൊക്കെ ഒന്നും കൂടി കുറച്ച് സ്ഥലം കൂടെ കാണാണ്ട്. അപ്പൊ അത് കണ്ടു വരുമ്പോ ഇവിടെ തേര് വലിക്കുന്ന സമയമാവൂല. അന്ന് ഞങ്ങൾ എത്തിയ സമയം ആഹാരം കഴിച്ച് ഉച്ചത്തെ ആഹാരം കൊണ്ട് പ്രസാദം വാങ്ങിയിട്ട് പോവാം. അടുത്ത കൊല്ലംകോട്ടിലേക്ക്. അവിടെ നമ്മുടെ സുഹൃത്തുണ്ട്. ഇവർ അവിടെ എത്തുമ്പോൾ കോൾ ചെയ്യും. അവിടെ ബാക്കിയുള്ള പരിപാടി നമ്മൾ സെറ്റ് ചെയ്ത് നോക്കും. അപ്പം തൽക്കാലം നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ അതുവരെ ബൈ.